ശ്രീ വി ആർ അനൂപ്, നോക്കൂ, ഇവിടെ കെ സുധാകരൻ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സമയക്രമം ഉണ്ടല്ലോ, സംഘർഷം ഉണ്ടാകുന്ന എത്രയോ കാലമായി നമ്മളിത് കാണുന്ന ടെലിവിഷൻ വാർത്താ ചാനലുകൾ ഉണ്ടായ കാലം മുതൽ ആദ്യം ഉദ്ഘാടകൻ അവിടെ നിന്ന് മാറിയതിന് ശേഷമാണ് സാധാരണഗതിയിൽ നേതാക്കൾ മാറുന്നതിന് ശേഷമാണ് സാധാരണഗതിയിൽ അക്രമം തുടങ്ങുക. അത് ചിലപ്പോൾ കല്ലേറായിരിക്കും. കല്ലേറ് വന്നാൽ പിന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിൽക്കാൻ കഴിയില്ല, അടി തുടങ്ങും, ചെതറിയോടും. അതിലാണ് അതിൻ്റെ ഒരു 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 പര്യവസാനം ഉണ്ടാവാറുള്ളത്. ഇതല്ലല്ലോ. ഞങ്ങൾക്ക് കെ സുധാകരൻ മാത്രമാണ് വിഷയം. കെ സുധാകരൻ്റെ പ്രസംഗം കഴിഞ്ഞോ എങ്കിൽ പിന്നെ കല്ലേറ് തുടങ്ങാം എന്നുള്ളതാണ്. ഇതാണ് കെ സുധാകരൻ സിൻഡ്രോം കോൺഗ്രസിൽ ഇപ്പോഴുള്ള. അല്ല, അതിനെ അങ്ങനെ കാണേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു കാര്യം നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ കോൺഗ്രസ് അണികൾ വർദ്ധിച്ച ആത്മവീര്യതയോടുകൂടി വേണമെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നാൽ അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യാമെന്ന് പറയുന്ന ഒരു അറ്റാക്കിംഗ് മൂഡിൽ കോൺഗ്രസ് അണികൾ എത്തിയിട്ടുണ്ട്. അത് എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം നേരത്തെ പറഞ്ഞതുപോലെ പിണറായി വിജയനാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ പ്രതാപകാലത്ത് കൂട്ടിയാൽ കൂടിയിട്ടില്ല, പിന്നെയാണോ ഇപ്പോൾ എന്ന് മാത്രമല്ല, നാട് നീളെ DYFI പ്രതിരോധിക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി വസീഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞങ്ങളതിൽ നിന്ന് പിന്മാറിയെന്ന്. അങ്ങനെ പിന്മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പക്ഷെ നമ്മളിതിനെ കാണേണ്ടത് പോലീസുമായുള്ള അടിപിടി അല്ലെങ്കിൽ സമരമുഖത്ത് സംഘർഷ നിലയിൽ മാത്രമല്ല, കേരളത്തിൽ മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിൽ ഒരു പോലീസ് രാജ് നിലനിൽക്കുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസം NSUവിൻ്റെ ജനറൽ സെക്രട്ടറിയായ എറിക് എന്ന് പറയുന്ന ആളുടെ ഫോൺ ചോർത്തി. അയാൾ ഏതോ കോളേജിലെ ആവശ്യത്തിന് ഡ്രോൺ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി നേതാവിൻ്റെ ഫോൺ ചോർത്തുകയാണ്, മാധ്യമപ്രവർത്തകരുടെ ഫോൺ ചോർത്തുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ സീതാറാം യെച്ചൂരിയെ പോലുള്ള CPMൻ്റെ നേതാവ് ഫോൺ ചോർത്തൽ എന്ന് പറയുന്നത് മൗലികമായ അവകാശത്തിന്റെ ലംഘനമാണെന്ന് ഇവിടുത്തെ സംഘപരിവാർ ഭരണകൂടത്തോട് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ പിണറായി മോദിക്ക് ട്യൂഷൻ കൊടുക്കേണ്ട തരത്തിലേക്ക് അമിതാധികാര പ്രവണത കാണിക്കുകയാണ്. അതുകൂടി നിങ്ങൾ പറയേണ്ടതുണ്ട്. വെറും ലാത്തി ചാർജിന്റെ വിഷയമായി ഇത് പരിമിതപ്പെടുത്തരുത്. എല്ലാ കാലത്തും പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നേരിടുന്ന രീതി എന്ന് പറയുന്നത് ഒരു പോലീസ് രാജാണ്. പിണറായി വിജയൻ നമ്മൾ ഓർക്കുന്നത് എങ്ങനെയാ? അദ്ദേഹം നിയമസഭയിൽ ഉയർത്തിപ്പിടിച്ച ഒരു ഷർട്ടിന്റെ പേരിലാണ്, ചോരപുരണ്ട ഷർട്ടുമായി കേരളത്തിലെ വലിയൊരു പ്രക്ഷോഭ മുഖത്ത് നിൽക്കുന്ന ഒരു പ്രതീകമായി പിണറായി വിജയൻ മാറുമ്പോൾ ഇന്ന് കറുത്ത ഷർട്ടിട്ട ആളുകളെ പിണറായി വിജയൻ ഭയപ്പെടുകയാണ്. അതെ, ഇവിടെ അപ്രഖ്യാപിതമായ ഒരു അടിയന്തരാവസ്ഥ. ഫോൺ ചോർത്തുന്നു, കേരളത്തിൽ കറുത്ത ഷർട്ടിട്ട ആളുകളെ പിണറായി വിജയൻ ഭയപ്പെടുകയാണ്. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. Debate with MV Nikesh Kumar.